ഈ പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യക്കെതിരെ കാശ്മീർ വഴി നുഴഞ്ഞു കയറിയാണ് ആക്രമണങ്ങളും മറ്റും നടത്താറുള്ളത്. ഇപ്പോൾ അത് മാറിയിട്ട് അവർ നേപ്പാളിനെ അവരുടെ ഒരു തട്ടകമാക്കി മാറ്റുന്നു എന്ന് കുറച്ച് കാലമായി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് അതിൻ്റെ കൂടുതൽ തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ നേപ്പാളിലാണെങ്കിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരതയുണ്ട്. നേപ്പാൾ ജനത രാജഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. ജനാധിപത്യം വന്നിട്ട് ആഴ്ചതോറും സർക്കാർ വീഴുക, അത് മാറ്റിയിട്ട് സ്റ്റേബിളായ സർക്കാർ വരണം, ഇന്ത്യ വിരുദ്ധമായ നിലപാട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ പ്രക്ഷോഭം വരുന്നു. അപ്പോൾ നേപ്പാളിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇങ്ങനെ അവരുടെ ഫോക്കസ് മാറ്റി അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ എളുപ്പമാണല്ലോ. വളരെ എളുപ്പം. അത് ഈ പറയുന്നതിൽ വലിയ വസ്തുതയുണ്ടോ? കഴിഞ്ഞ ദിവസം നേപ്പാൾ ഗഞ്ചിലൊരു മർക്കസ് ഉണ്ട്. നേപ്പാളിൽ നേപ്പാൾ ഗഞ്ച് മർക്കസ്. ആ മർക്കസിൽ കുറേ പാകിസ്ഥാൻ ഭീകരർ വന്നു എന്ന് ഇന്ത്യക്ക് ഇൻ്റലിജൻസ് വിവരം കിട്ടി. അവിടെ ഈ മർക്കസിൽ ചില പ്രത്യേക ചടങ്ങുകൾ നടക്കുമ്പോൾ പാകിസ്ഥാനികൾ വരാറുണ്ടെന്ന്. നേപ്പാളിലേക്ക് അതൊരു സ്ഥിര ഏർപ്പാടുണ്ട്. ചില പ്രത്യേക ഈ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ പാകിസ്ഥാനികൾ അവിടെ വരാറുണ്ട്. നമ്മൾ ചില ഗുരുദ്വാരകളിൽ അപ്പുറത്തേക്ക് കോറിഡോറിലേക്ക് പോവില്ലേ? ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ കഴിഞ്ഞ ആഴ്ച നടന്നു. നേപ്പാൾ അതിർത്തിയിൽ ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്ന ഒരുപാട് മദ്രസകൾ, മോസ്കുകൾ, പിന്നെ ഈ ശവകുടീരങ്ങൾ ഒക്കെ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി ഉണ്ടാക്കിയതാണ്, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ട് വേണ്ട 380ഓളം സ്ട്രക്ചറുകൾ, പള്ളികളും മോസ്കുകളും മദ്രസകളും ഉൾപ്പെടെ യോഗി ആദിത്യനാഥ് ഇടിച്ച് പൊളിച്ച് കളഞ്ഞത്. നമ്മുടെ യുദ്ധത്തിന് തൊട്ട് മുമ്പ് പഹൽഗാം യുദ്ധത്തിനും ഇടയ്ക്കാണ് അത് തകർത്തത് നമ്മളൊരു വീഡിയോ ചെയ്തു. തകർത്തെന്ന് മാത്രമല്ല, ഇത് മറ്റു മാധ്യമങ്ങളൊന്നും വാർത്തയാക്കാത്തതുകൊണ്ട് സർക്കാർ തന്നെ ഔദ്യോഗികമായ പത്രക്കുറിപ്പ് ഇറക്കി ഒരുപാട് ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ. അതുപോലെ ഉത്തരാഖണ്ഡ്, പിന്നെ അല്ല ഈ നേപ്പാൾ കണക്ഷൻ ഞാൻ പറയുന്നത്, നേപ്പാളിന്റെ അതിർത്തിയിൽ ഇത് ഉണ്ടാക്കി വെച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. അതാണ് നേപ്പാൾ അതിർത്തിയിൽ മുഴുവൻ തകർക്കുമ്പോൾ ഈ നേപ്പാൾ ഗഞ്ചിലെ മർക്കസിന്റെ വിവരമൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ മർക്കസിൽ ഭീകരരെത്തി എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ട് വെള്ളിയാഴ്ച ഈ നേപ്പാളിലെ പോലീസും നമ്മുടെ പട്ടാളവും കൂടിയിട്ട് രാജ്യാന്തര അതിർത്തിയിൽ നോമാൻസ് ലാൻഡിൽ നമ്മൾ സംയുക്ത അഭ്യാസം നടത്തി. നേപ്പാളും ഇന്ത്യയും ചേർന്ന് സംയുക്ത അഭ്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ പോലത്തെ എക്സർസൈസ് അല്ല. അവിടുത്തെ കാടുകളിൽ കയറിയിട്ട് തെരച്ചിൽ നടത്തി. ഭീകരർ ഇനി കാടിൻ്റെ ഉള്ളിൽ കയറി ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യൻ പട്ടാളം നേപ്പാളിൽ കയറി എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മതത്തോടു കൂടി ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ അതിർത്തിയിലും ഓരോരോ ഫോഴ്സാണ് നിൽക്കുന്നത്. ഈ നേപ്പാൾ അതിർത്തിയിൽ SSB സശസ്ത്ര സീമാ ബൽ, അതാണ് നേപ്പാൾ അതിർത്തിയിൽ നമ്മുടെ സേന SSB. പാകിസ്ഥാൻ അതിർത്തിയിൽ നമുക്ക് BSF, അതുപോലെ ചൈന അതിർത്തിയിൽ ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. അപ്പോൾ ഇങ്ങനെ ഈ സശസ്ത്ര സീമാ ബല്ലും നേപ്പാൾ പോലീസും കൂടി വെള്ളിയാഴ്ച സംയുക്തമായി ഈ ഇൻ്റർനാഷണൽ ബോർഡർ, രാജ്യാന്തര അതിർത്തിയിൽ തെരച്ചിലുകൾ നടത്തി ഭീകരർക്ക് വേണ്ടി. പാകിസ്ഥാൻ ഭീകരർ ഈ നേപ്പാൾ ഗഞ്ചിലെ മർക്കസിൽ വന്നു എന്ന് സ്ഥിരീകരിക്കുന്ന വിവരം നമുക്ക് ഇൻ്റലിജൻസ് വിവരം കിട്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ നേപ്പാളിന് അതിൽ പ്രതിഷേധമൊന്നുമില്ല. ഇല്ല, അവർക്കും ഭീകരരെ അവിടെ കയറുന്നതിൽ ഗുണമില്ല. ഈ പറയുന്ന പോലെ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിൽ പോലും ഇന്ത്യൻ ആർമി പറയുന്ന പോലെ നേപ്പാൾ കേൾക്കുള്ളൂ. അവർ ചിലപ്പോൾ ചൈന പറയുന്നത് പോലെ കേട്ടു എന്ന് വരാം, പാകിസ്ഥാൻ പറയുന്ന പോലെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ SSBയുടെ കമാൻഡന്റ് ഗംഗാ സിംഗ് പറഞ്ഞു, എല്ലാ മാസവും നേപ്പാൾ പോലീസുമായിട്ട് നമ്മൾ സംയുക്ത ചർച്ചയും പിന്നെ ഇൻ്റലിജൻസ് ഷെയറിങ്ങും നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ മാസവും ചർച്ച. ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടിയ വിവരമാണ്, അതുകൊണ്ട് ഈ ഓപ്പറേഷൻ നടത്തിയതാണ്. ഇത് ഗംഗാ സിംഗ് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അയോധ്യയിൽ എന്തോ ഒരു ആക്രമണം നടത്താൻ പാകിസ്ഥാന് പദ്ധതി ഉണ്ടോ, അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അദ്ദേഹം നിഷേധിച്ചില്ല. ഗംഗാ സിംഗ് എവിടെയും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഒരുങ്ങുന്നുണ്ട് എന്നുള്ള കിംവദന്തികളും കൂടി ഇപ്പോൾ കിടക്കുന്നുണ്ട്.
അത് ഗംഗാ സിംഗ് അല്ല, പാകിസ്ഥാൻ നിഷേധിച്ചതുമില്ല. അതിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ ഒരു വർഗീയ കലാപമാണ്. ശ്രീരാമ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയാണ്, വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാവും, നാട്ടിലൊരു ഒരു കുഴപ്പം, കലാപം ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇന്ത്യക്കകത്ത് ആഭ്യന്തര ഛിദ്രത ഉണ്ടാക്കുക, അതേ സമയത്ത് പുറത്തും കൂടെ പ്രശ്നം ഉണ്ടാക്കുക. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മതം നോക്കി ആളുകളെ കൊന്നതിൻ്റെ പിന്നിൽ പോലും ഈ അജണ്ടയുണ്ട്. നമുക്ക് ബാക്കിയുള്ളവർക്ക് വൈകാരികമായി ആളുകളെ വന്ന് തൊടുന്നൊരു വിഷയമാണ്. മതം ചോദിച്ച് ഹിന്ദുവാണെന്ന് അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതും സിന്ദൂരരേഖ മായ്ച്ച് കളയുന്ന തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ വൈകാരികമായ ആളെടുക്കും. അതെന്താന്ന് വെച്ചാൽ മുനീറിന്റെ സന്ദേശം ഉണ്ടല്ലോ, അതെ, ഹിന്ദുക്കൾ കാഫറുകളാണ്, നമ്മളുടെ സംസ്കാരമായിട്ട് ബന്ധമില്ല, അതെ, അവരെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ ജിഹാദ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ അതിനെ തുടർന്ന് വലിയൊരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാവുമെന്ന് പാകിസ്ഥാൻ കണക്ക് കൂട്ടി. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ പ്രധാനമന്ത്രി പോലും അങ്ങനെ മതം നോക്കി കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസമാണ് പ്രസംഗിക്കുന്നത്. അതുപോലെ അവർ പഞ്ചാബിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ നോക്കി. ഇപ്പൊ അയോധ്യയുടെ പേര് വന്നു. തിരുപ്പതിയിൽ സ്വന്തമായിട്ട് ക്ഷേത്രം തന്നെ മറ്റേ ഭടന്മാരെ വെക്കാനായിട്ട് മറ്റേ ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഈ കേരളത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ളത് ഇവരുടെയൊക്കെ അജണ്ടയിൽ വരാം. അവര് മറ്റേ അമർനാഥ് യാത്ര എല്ലാ കാലത്തും ഇവരുടെ ലക്ഷ്യമായിരുന്നല്ലോ, കാശ്മീർ ഭീകരരുടെ. ഇപ്പോഴും അമർനാഥ് യാത്രയുടെ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോഴാണല്ലോ പഹൽഗാമിൽ ആക്രമണം നടന്നത്. അപ്പോൾ ഈ വാച്ച് ടവറുകൾ ഇപ്പം നേപ്പാൾ അതിർത്തിയിലുണ്ട്, വേലിയില്ല നേപ്പാൾ അതിർത്തിയിൽ. നേപ്പാൾ അതിർത്തിയിൽ വേലിയില്ല എന്ന് മാത്രമല്ല, ഈ വിസ ഇല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ ഇൻസാസ് പീരങ്കികൾ വാച്ച് ടവറുകളിൽ വെച്ചിട്ടുണ്ട്. 1700 കിലോമീറ്റർ ഉണ്ട് ഈ വേലിയില്ലാത്ത നേപ്പാളുമായിട്ടുള്ള അതിർത്തി. അപ്പോൾ നുഴഞ്ഞു കയറാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു അതിർത്തിയാണത്. നേപ്പാൾ ഗഞ്ചിൽ ജമാ മോസ്ക് ഉണ്ട്, മർക്കസ് ഫുൾവാരി എന്നാണ് അതിൻ്റെ പേര്. ഈ മദ്രസയും എല്ലാം കൂടി ചേർന്നിട്ട് അവിടെയാണ് ഈ പാകിസ്ഥാനികൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുന്നത്. ആ സന്ദർശകരുടെ കൂട്ടത്തിൽ ഭീകരരെത്തി എന്നുള്ളത് കൊണ്ടാണ് വെള്ളിയാഴ്ച നേപ്പാളും ഇന്ത്യയും കൂടി സംയുക്ത തെരച്ചിൽ നടത്തിയത്. നേപ്പാളിലേക്ക് ഇന്ത്യൻ സേന ഇരച്ചു കയറി ഒരു റെയ്ഡ് നടത്തി എന്നുള്ളത് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല, വാർത്തകളിൽ വന്നിട്ടില്ല. സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. 2017 എനിക്ക് തോന്നുന്നത് 2017 ശേഷം ആദ്യമാണെന്ന് തോന്നുന്നു. കാരണം 2017 മെയ് 13 അവിടെ മഹാരാജ് ഗഞ്ചിൽ SSB തന്നെ ഒരു സണോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാകിസ്ഥാൻ ഭീകരനെ പിടികൂടിയിരുന്നു. അപ്പോൾ നുഴഞ്ഞു കയറ്റത്തിന് ഈ അതിർത്തിയിൽ മുമ്പും ശ്രമം നടന്നിട്ടുണ്ട്, 2017 നടന്നിട്ടുണ്ട്, നമ്മൾ ഭീകരനെ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ കശ്മീരിൽ കൂടുതൽ തെരച്ചിലുകൾ നടക്കുന്നത് കൊണ്ട് നേപ്പാൾ വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ആലോചന. കാരണം എപ്പോഴും ഒരു ആക്രമണം ഉണ്ടാകാം എന്നുള്ള ധാരണ നമ്മുടെ ഇൻ്റലിജൻസ് സംഘടനകൾക്കും ഉണ്ടല്ലോ. ഈ തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാനി പിന്നിൽ നിന്ന് കുത്താനല്ലേ അറിയുള്ളൂ, നേരിട്ട് വരാനുള്ള ചങ്കുറപ്പൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഗതി നടന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദ രാജ്യമെന്നാണോ സഹോദര രാജ്യമാണോ നേപ്പാളെന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ അതെ പക്ഷേ അത് ഇടയ്ക്ക് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതിന് ശേഷമാണ് ചില നിലപാടുകളിൽ മാറ്റം വന്നത്. പക്ഷേ നേപ്പാൾ ജനത മുഴുവൻ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കണം, ഇന്ത്യയെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവിടെ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം എന്ന് കരുതുന്ന നേപ്പാളികളുണ്ട്. നമ്മുടെ സൈന്യത്തിൽ പോലും ഗൂർഖ റെജിമെൻറ്റ് നേപ്പാളികൾക്ക് നമ്മൾ പട്ടാളത്തിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു നാഭീനാള ബന്ധം ഇന്ത്യയും നേപ്പാളും തമ്മിലുണ്ട്. ഈ നമ്മൾ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുമ്പോൾ നേപ്പാൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നേപ്പാൾ വഴി പാകിസ്ഥാൻ ഭീകരർ കടന്നു വരുന്നു എന്നുള്ള വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഏതായാലും ഇന്ത്യൻ സൈന്യവും നേപ്പാളി പോലീസും ചേർന്നുള്ള ജോയിൻ്റ് ഓപ്പറേഷൻസ് ഒരു പുതിയ തുടക്കമായിരിക്കും. അതിനെ അടിച്ചമർത്താനുള്ള നയങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നേപ്പാൾ അതിർത്തിയിൽ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ഇൻ്റലിജൻസ് വിവരം കൊണ്ടായിരിക്കണം. ഈ യോഗി അവിടെ ഈ മദ്രസകളൊക്കെ പൊളിച്ചു കളഞ്ഞു. അതെ, പിന്നെ അദ്ദേഹം അവിടുത്തെ രാജകുടുംബത്തിൻ്റെ ആചാര്യനാണ്, നേപ്പാളികളുടെ ആത്മീയ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ചിത്രങ്ങളുമൊക്കെ ഈ പ്രക്ഷോഭകര് ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നേപ്പാൾ അതിർത്തിയും ഒരു
ഫ്ലാഷ് പോയിൻ്റായിട്ട് മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.